നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജനുവരി മാസത്തെ രോഹിണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ രോഹിണി നക്ഷത്രക്കാർ ഈ പുതുവർഷത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ടെങ്കിൽ പോലും ജന്മരാമവനെ ദുഃഖം എന്ന് പറയുന്ന യോഗമുള്ള ഇത്തിരി ഒരു വ്യാഴപ്പഴമുണ്ട്. അതുപോലെ തന്നെ കണ്ടകശനീൻ്റെ ഒരു ദോഷമുള്ളൊരു മാസമാണ്. കാരണം കണ്ടകശനി മാറി സർവാഭിഷ്ട സ്ഥാനത്തേക്കൊക്കെ ശനി മാറാൻ പോവുകയാണ്. പക്ഷേ ഇപ്പോൾ കണ്ടകശനീൻ്റെ ദോഷമുള്ള കാരണം ഈ മാസത്തിൽ അതിൻ്റേതായിരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. വളരെ ഉത്സാഹം വർദ്ധിക്കുമെങ്കിലും പോലും ആ ഉത്സാഹത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന പ്രതിഫലം കിട്ടാതെ ഇരിക്കാനുള്ള സാധ്യത കണ്ടകശനി മൂലം കൂടുതലായത് കാരണം കൊണ്ട് ശനിദോഷ പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. ഭാഗ്യസ്ഥാനത്തെ ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ശുക്രൻ നിൽക്കുന്നത് കൊണ്ട് എല്ലാ ഭാഗ്യവും അനുഭവിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ 21-ാം തീയതിക്ക് ശേഷം ചൊവ്വ മിഥുനൻ രാശിയിലേക്ക് ഉച്ചബലവാനായിട്ട് മാറുന്നുണ്ട്. ശുക്രൻ്റെ മാറ്റം 27-ാം തീയതി മീനൻ രാശിയിലേക്ക് വരുന്നുണ്ട്, സർവാഭിഷ്ട സ്ഥാനത്തേക്ക്. അപ്പോൾ അതുവരെ കുംഭൻ രാശിയിൽ തന്നെയാണ് ശുക്രൻ നിൽക്കുന്നത്. അത് ഈ ജനുവരി മാസത്തിലാണ്. ജനുവരി മാസം 4-ാം തീയതിയാണ് കുംഭൻ രാശിയിലേക്ക് വരിക. അപ്പോൾ ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ശുക്രൻ ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത്. അതായത് 9, 10, 11 ഈ ഭാവങ്ങൾ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ഈ മാസത്തിലെല്ലാം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും അനുഭവിക്കാൻ സാധിക്കുമെങ്കിൽ പോലും ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ തന്നെ വിശ്രുത ഗുണ എന്ന് പറയുന്നൊരു യോഗമുണ്ട്. കീർത്തി കേൾക്കാനുള്ള യോഗമാണ്. പക്ഷേ അത് ദുഷ്കീർത്തി പോലെയുള്ള വിഷയങ്ങളാകാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം. കാരണം നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും ചില സമയത്ത് കേൾക്കുന്നവർക്ക് അത് അപ്രിയമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. ശ്രദ്ധക്കുറവോടുകൂടിയിട്ടുള്ള സംസാരം ശത്രുതയ്ക്കും അതുപോലെ തന്നെ മാനസിക ടെൻഷനൊക്കെ കാരണമാകാൻ യോഗമുള്ള സമയമാണ്. ലാഭസ്ഥാനത്ത് അമൃതവർഷകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നതുകൊണ്ട് അപ്രതീക്ഷിതമായ ധനലാഭവും അപ്രതീക്ഷിതമായിട്ടുള്ള ധനനഷ്ടത്തിനും യോഗമുള്ള ഒരു മാസമാണ്. 5-ൽ ഖണ്ഡകാരകനായിരിക്കുന്ന കേതുവാണ്. എപ്പോഴും ചെറിയ കാര്യത്തിന് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നൊരു സ്വഭാവം അതുകൊണ്ട് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നാഗപൂജ ചെയ്യുക, നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ ചെയ്യുകയോ കേതുപൂജയും രാഹുപൂജയും ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അത് അനുകൂലമായിരിക്കുന്ന ദോഷങ്ങളൊക്കെ മാറ്റിയിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളെ ചെയ്യും. അതിനോടൊപ്പം തന്നെ അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാടും ചെയ്യണം. വ്യാഴപ്പഴവിന് പരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത, പുഷ്പാഞ്ജലി എന്നിങ്ങനെയുള്ള വഴിപാടുകളും ചെയ്യണം. സഹായസ്ഥാനത്ത് നിവർത്തി സ്ഥാനാധിപതി നിൽക്കുന്നത് കാരണം ദാമ്പത്യ സംബന്ധമായിട്ടുള്ള അനുകൂലമായ ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. എങ്കിൽ പോലും ഭാര്യയ്ക്ക് ചില്ലറ രോഗാവസ്ഥ പോലെയുള്ള കാര്യങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ആ ചൊവ്വയ്ക്ക് ഇവിടെ നീചാവസ്ഥയാണ്. 21-ാം തീയതിക്ക് ശേഷം ചൊവ്വ പൂർണ്ണ ബലവാനായിട്ട് വക്രത്തിൽ നിൽക്കുന്നത് കാരണം പൂർണ്ണ ബലവാനായിട്ട് വരുന്നത് കൊണ്ട് അതിനുശേഷം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഭാര്യയ്ക്ക് അനുഭവപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് ഈ കണ്ടകശനിയുടേതായിരിക്കുന്ന ദോഷമുള്ളത് കാരണം കൊണ്ട് കുറച്ച് പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ പോലും ലഗ്നാധിപതി കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു, ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണം വരുന്നത് കാരണം കൊണ്ട് അത് 27-ാം തീയതിക്ക് ശേഷമൊക്കെ തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലാവസ്ഥ ഉണ്ടാകാൻ, അഭിവൃദ്ധി ഉണ്ടാകാൻ യോഗമാണ്. അപ്പോൾ തൊഴിലില്ലാത്തവരെ സംബന്ധിച്ച് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട്. കീർത്തി കേൾക്കാനായിട്ട് യോഗമുണ്ട്. സ്വന്തമായിട്ട് എന്തെങ്കിലും സ്കില്ലുണ്ടെങ്കിൽ അതിലൊക്കെ 4 പേർ അറിയപ്പെടുന്ന പൊസിഷനിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക, നല്ല വഴിപാടുകൾ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.